UAEക്കാരുടെ സ്വന്തം റെയിൻബോ മിൽക്കിൽ ഉണ്ടാക്കിയ ചായ. ഇത് കഴിക്കാത്ത പ്രവാസികളുണ്ടാവില്ല, പ്രത്യേകിച്ച് UAEയിൽ. ഇപ്പം പിന്നെ കൂടുതൽ ആൾക്കാരും ഫ്രഷ് മിൽക്ക് ചായയിലേക്ക് മാറിയെങ്കിലും ഇത് ഒരു തവണയെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് ചായ കുടിച്ചിട്ടാവാം ബാക്കി കാര്യം. പിന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡിൽ എനിക്ക് ഫുഡെന്ന് പറയാൻ പറ്റില്ല, സ്നാക്സിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് പാനിപൂരി. നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയാം, ഡിപ്പെൻസ് ആണ്. ചിലപ്പോൾ അതിൻ്റെ മസാലകൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ അത് ഇഷ്ടമല്ലായിരുന്നു, പിന്നെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടിയ പാനിപൂരി കഴിക്കും. അപ്പോൾ അത് പറയാൻ കാരണം നമ്മളെ NMC ഇല്ലേ, NMC Viewfinder, പുള്ളി ഒരു സ്ഥലത്ത് ഇപ്പോൾ പാനിപൂരി കഴിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് പോയി അത് കണ്ടിട്ട് വേണ്ടിയിട്ട് എന്നിട്ട് നല്ലതാണ്. ഷാർജയിൽ ഉത്തം റെസ്റ്റോറൻറ്റ് വന്നിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ ഇവിടുത്തെ പാനിപൂരി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. കുറേ നാളായി യാത്രകൾ പോയിട്ട്. പക്ഷേ ഇപ്പോൾ നാഷണൽ ഡേൻ്റെ ലീവൊക്കെ ആയതുകൊണ്ട്, അതായത് UAEയിൽ ഇപ്പോൾ നാളെ മുതൽ ലീവാണല്ലോ, ഒരു 4 ദിവസത്തേക്ക്. പ്രൈവറ്റ് സെക്ടറൊക്കെ 4 ദിവസത്തേക്ക് നാളെ മുതൽ ലീവാണ്. ലീവിൻ്റെ കാരണം നാഷണൽ ഡേ. അതായത് ഇവിടെ UAEയിൽ 7 എമിറേറ്റ്സ് ആണല്ലോ ഉള്ളത്. അത് ആദ്യകാലങ്ങളിൽ ഓരോ എമിറേറ്റ്സും ഓരോ രാജ്യം പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. ഉദാഹരണത്തിന് ഷാർജയിലുള്ള ആൾക്കാർക്ക് ഷാർജ വിസ, അബുദാബിയിലുള്ളവർക്ക് അബുദാബി വിസ, ദുബായിലുള്ളവർക്ക് ദുബായ് വിസ. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ അവിടെ ഇമിഗ്രേഷനും ചെക്ക് പോസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവിടുത്തെ വിസയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടില്ലെങ്കിൽ അവിടുത്തെ പെർമിറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായൊരു രാജ്യമായിരുന്നു മുമ്പ് ഇത്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഈ 7 എമിറേറ്റ്സും കൂടി ഒന്നിച്ച് ഒരു രാജ്യമാവാൻ തീരുമാനിക്കുകയും അങ്ങനെ ഇവർ ഒന്നിച്ച് ചേരുക. 7ഉം ഒന്നിച്ചല്ല ചേർന്നത്, ഓരോന്നോരോന്നായിട്ട് ലയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ 7 എമിറേറ്റ്സും കൂടിയിട്ട് ഒറ്റ രാജ്യമായിട്ടാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് UAE ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഓർമ്മ ദിവസമായിട്ടാണ് ഈ നാഷണൽ ഡേ കൊണ്ടാടുന്നത്. അതുകൊണ്ട് തന്നെ UAEയിൽ എല്ലാവർക്കും നാളെ മുതൽ അവധിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഒരു നബീൽ പെർഫ്യൂംസ് ഉണ്ട്. ഇത് സേഫ്സോണിൻ്റെ അകത്താട്ടോ. അവിടെ ഒരു സെയിൽ നടക്കുന്നുണ്ട്. ബോർഡ് കാണാം. ഫാക്ടറി ഔട്ട്ലെറ്റ് റേറ്റിൽ നിങ്ങൾക്ക്
പെർഫ്യൂംസ് കിട്ടുന്നത്. ഇവിടെ കാണുന്നില്ലേ, ഇവിടെയൊക്കെ ഈ വണ്ടികളൊക്കെ വന്നത് നബീൽ പെർഫ്യൂംസിലാണ് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ആൾക്കാരൊക്കെ വലിയ ഇതിൽ കൊണ്ടുപോകണാണല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ടുകൾ വേണം. ഓക്കെ, കാണുന്നത് ഗോൾഡ് മൈനിങ് കമ്പനിയാണ്. മൈനിങ് കമ്പനിയല്ല, ഗോൾഡ് മൈൻ ചെയ്ത് ഗോൾഡ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ പ്രോസസ്സ് ചെയ്യുന്ന കമ്പനിയാണ് മാസ്റ്റർ ഗോൾഡ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ നമ്മൾ കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു നല്ല ഇഡ്ഡലി കിട്ടുന്ന ഒരു കടയുണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ തലാൽ സൂപ്പർ മാർക്കറ്റ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ സ്വന്തം ഡ്രീം ക്യാച്ചർ. നമ്മളെ ഡ്രീം നമ്മൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് പരിശ്രമിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നബീൽ പെർഫ്യൂംസിൻ്റെ സെയിലാണ് ഇവിടെ നടക്കുന്നത്. ഈ കംപ്ലീറ്റ് കാറും വന്നിട്ടുള്ളത് പെർഫ്യൂം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ആൾക്കാർ വലിയ സഞ്ചികളിൽ പെർഫ്യൂം കൊണ്ടുപോകുന്ന കാണാം. ഇവിടെയാണ് ഇപ്പോൾ സെയിലെടുക്കുന്നത്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ വിട്ടോളൂ. ഷാർജ സേഫ് സോണിനകത്ത് നബീൽ പെർഫ്യൂമിൻ്റെ ഔട്ട്ലെറ്റിൽ വമ്പൻ സെയിലെടുക്കുന്നുണ്ട്. നബീൽ പെർഫ്യൂംസ് കേട്ടോ, ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും. അതായത് ഒരു 10 ദിർഹംസിന് 15 ദിർഹംസിനൊക്കെ നല്ല അടിപൊളി പെർഫ്യൂമുകൾ നിങ്ങൾക്ക് കിട്ടും. Oh